ഇതിന് നേതൃത്വം കൊടുക്കുന്നത് CPM പ്രവർത്തകനായിട്ടുള്ള ഷമീറാണ് എന്നുള്ള വസ്തുത ബോധ്യപ്പെട്ടു. ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഒരു കോർപ്പറേഷൻ ജീവനക്കാരനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. സുരേഷ് ഉൾപ്പെടെയുള്ളവർ അവർ മാലിന്യം കയറ്റി ഓട്ടോറിക്ഷയിൽ പോകാൻ പോയപ്പോഴേക്കും ആ ഓട്ടോറിക്ഷ തടഞ്ഞു. അപ്പോഴാണ് സുരേഷിനെ ഇടിച്ചു കൊലപ്പെടുത്താൻ വേണ്ടി CPM തന്നെ 6 മാസം ഈ ഭരണസമിതി പിന്നിടുമ്പോഴേക്കും വലിയ സ്വീകാര്യത കിട്ടി ഭരണസമിതി മുന്നോട്ട് പോകുമ്പോൾ അതിനെ അട്ടിമറിക്കുവാൻ വേണ്ടി CPM എന്ന പാർട്ടി ഒരു സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള 45 വർഷ കോർപ്പറേഷൻ ഭരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു പാർട്ടി തന്നെ നേരിട്ട് അവരുടെ പ്രവർത്തകർ ഇറക്കിയിട്ട് നഗരത്തിലെമ്പാടും മാലിന്യം വലിച്ചെറിയുകയാണ്. പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒക്കെ ഇടപെടുന്നു എന്നുള്ളത് അങ്ങേയറ്റം തന്നെ വിമർശന വിധേയമാക്കേണ്ട കാര്യം. മാർക്സിസ്റ്റ് പാർട്ടി തന്നെ മാലിന്യ പ്രശ്നത്തിൽ തെറ്റായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് രംഗത്ത് വരുന്നു. കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമത്തിലൊക്കെ ഷമീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഷമീർ പോലീസ് കസ്റ്റഡിയിലാണ്. മുഖ്യപ്രതിപക്ഷമായ CPM ഉൾപ്പെടെ സാധിച്ചു. പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ കാതലായ ഒരു കാര്യം ഉന്നയിക്കുവാൻ, ജനങ്ങൾ കൂടി ബോധ്യപ്പെടുന്ന തരത്തിൽ ഉന്നയിക്കുവാൻ വേണ്ടി സാധിച്ചില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഫോർട്ട് ആശുപത്രിയിൽ വെച്ചിട്ട് കണ്ടിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് കണക്റ്റഡ് ചില കാര്യങ്ങൾ കൂടി പറയാൻ വേണ്ടിയാണ്. അന്ന് തന്നെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിലാണ് നമ്മൾ കണ്ടത്. ഈ ഭരണസമിതി അധികാരത്തിലേറിയ ഉടൻ തന്നെ ജനങ്ങളോട് പറഞ്ഞിരുന്നു, തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലവിലുള്ള മാലിന്യ സംസ്കരണ പദ്ധതി പര്യാപ്തമല്ല. ഒരുപാട് അപാകതകളുള്ള ഒരു പദ്ധതിയാണ് നിലവിൽ കോർപ്പറേഷനിലുള്ളത്. അത് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഈ ഭരണസമിതി പ്രഥമ പരിഗണന കൊടുക്കുമെന്ന് തന്നെ പറഞ്ഞിരുന്നു. അക്കാര്യങ്ങളുമായി ഞങ്ങൾ വളരെ വേഗത്തിൽ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തുടക്കത്തിൽ തന്നെ ആരംഭിച്ചു. അത് വലിയൊരു പ്രോസസ്സായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഭരണപരമായിട്ടുള്ള കുറച്ച് സാഹചര്യങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട് നിയമപരമായി. അതുവരെ നമുക്ക് നിലവിലുള്ള സിസ്റ്റം തുടരുക എന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ. അപ്പോൾ നിലവിലുള്ള സിസ്റ്റം പരമാവധി പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമം ഞങ്ങൾ തുടക്കം മുതലേ നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഭരണസമിതിയുടെ 6 മാസം പൂർത്തിയായത്. ഭരണസമിതി 6 മാസം പൂർത്തിയാവുന്ന സമയത്ത് കാതലായ ആരോപണങ്ങളും തന്നെ അടിസ്ഥാനമുള്ള ഒരു ആരോപണം പോലും ഭരണസമിതിക്കെതിരെ ഉന്നയിക്കാൻ വേണ്ടി മുഖ്യപ്രതിപക്ഷമായ CPM ഉൾപ്പെടെ സാധിച്ചില്ല. പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ കാതലായ ഒരു കാര്യം ഉന്നയിക്കുവാൻ, ജനങ്ങൾ കൂടി ബോധ്യപ്പെടുന്ന തരത്തിൽ ഉന്നയിക്കുവാൻ വേണ്ടി സാധിച്ചില്ല. അത്രത്തോളം കഠിനാധ്വാനം ചെയ്യുകയും അത്രത്തോളം സൂക്ഷ്മതയോടെ, ഭരണത്തിൽ ആദ്യമാണെങ്കിലും സൂക്ഷ്മതയോടെയാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ മുഴുവൻ കൗൺസിലർമാരെയും വികസന കാര്യങ്ങളിൽ ഒരുപോലെ തന്നെ ആശയപരമായ വിയോജിപ്പ് നിലനിൽക്കുമ്പോൾ തന്നെ കോർപ്പറേഷൻ്റെ വളരെ സുതാര്യമായുള്ള സുഗമമായുള്ള ഫംഗ്ഷനിങ്ങിൽ ഒരുമിച്ച് ചേർത്തുകൊണ്ട് തന്നെയാണ് ഈ ഭരണസമിതി തുടക്കത്തിൽ പറഞ്ഞതുപോലെ മുന്നോട്ട് പോകുന്നത്. ദൗർഭാഗ്യകരമായ കാര്യം, 6 മാസം പിന്നിടുമ്പോഴും കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ കാതലായ വിമർശനങ്ങളൊന്നും ഉന്നയിക്കാൻ സാധിക്കാത്തതുകൊണ്ട് മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള പതിറ്റാണ്ടുകളോളം ഈ കോർപ്പറേഷൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള, സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടി തന്നെ മാലിന്യ പ്രശ്നത്തിൽ തെറ്റായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. ഞാൻ മേയറായതിനു ശേഷം നേരിട്ട് ഇക്കാര്യം പറയുന്നത് ആദ്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുവാനും നഗരത്തെ മലിനപ്പെടുത്തുവാനും CPM പ്രവർത്തകർ തന്നെ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഒരു കോർപ്പറേഷൻ ജീവനക്കാരനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സുരേഷ് ഉൾപ്പെടെയുള്ള വാഹന ആക്രമണത്തിൽ പരിക്കേറ്റ സുരേഷ് ഉൾപ്പെടെയുള്ള ജീവനക്കാർ വളരെ ശക്തമായിട്ടുള്ള സ്ക്വാഡ് പ്രവർത്തനങ്ങളിലായിരുന്നു. അപ്പോഴാണ് ആമേഴഞ്ചാൻ തോട്ടിൽ ഒരു ഓട്ടോറിക്ഷയിൽ മാലിന്യം കൊണ്ട് എറിഞ്ഞു എന്ന് വിവരം അവർക്ക് ലഭിക്കുന്നത്. അവരവിടെ പോയി അത് ബോധ്യപ്പെട്ടു. അതിനുശേഷം ഇവർക്കറിയാം ഈ മാഫിയകൾ ഏതൊക്കെ സ്ഥലത്താണ് യാത്ര ചെയ്യുന്നതെന്ന്. ഉടൻ തന്നെ ഇവർ കാത്തിരിക്കുകയും സുരേഷ് ഉൾപ്പെടെയുള്ള ജീവനക്കാർ അടുത്ത് ഇവർ മാലിന്യം ശേഖരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ വരികയും ചെയ്തപ്പോൾ ഇവർ ഒരു അൺഓതറൈസ്ഡ് ഏജൻസിയാണ്. നിയമവിരുദ്ധമായിട്ട് മാലിന്യം ശേഖരിച്ച് പണം വാങ്ങിയതിന് ശേഷം തോന്നുന്നിടത്ത് വലിച്ചെറിയുന്ന ഏജൻസിയാണ്.
പിന്തുടർന്ന് വന്നപ്പോഴാണ് SP ഫോർട്ട് ആശുപത്രിക്ക് നേരെ എതിരെയുള്ള ഗണേഷ് ടീ സ്റ്റാളിൽ നിന്നും ഈ അനധികൃത ഏജൻസി മാലിന്യം എടുക്കുന്നതായിട്ട് കണ്ടെത്തിയത്. സുരേഷ് ഉൾപ്പെടെയുള്ളവർ അവർ മാലിന്യം കയറ്റി ഓട്ടോറിക്ഷയിൽ പോകാൻ പോയപ്പോഴേക്കും ആ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി. അപ്പോഴാണ് സുരേഷിനെ ഇടിച്ചു കൊലപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ആ ഓട്ടോ കടന്നു പോവുകയും ചെയ്തത്. അതിലുണ്ടായിരുന്ന പ്രതികളെ സുരേഷ് ഉൾപ്പെടെയുള്ളവർ തിരിച്ചറിഞ്ഞ് പോലീസ് മൊഴിയെടുക്കാൻ വന്നപ്പോഴേക്കും അവരുടെ പേരുൾപ്പെടെ പറഞ്ഞു. ഒരു പ്രതി അന്ന് തന്നെ പിടികിട്ടി. ഞാൻ ഉൾപ്പെടെ മേയർ ഉൾപ്പെടെ അവിടെ സന്ദർശിക്കുകയും നിങ്ങൾ മാധ്യമങ്ങളൊക്കെ വന്നിരുന്നു, നിങ്ങളൊക്കെ വാർത്ത കൊടുത്തു, പോലീസുമായിട്ട് സംസാരിച്ചു. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഹെൽത്ത് ഓഫീസറും നേരിട്ട് പോയി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ടിരുന്നു. HOയുടെ പക്കലുള്ള വിവരങ്ങളൊക്കെ തന്നെ റിപ്പോർട്ടായിട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വളരെ സജീവമായ ഇടപെടലും അന്വേഷണവും നടത്തിയപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് CPM പ്രവർത്തകനായിട്ടുള്ള ഷമീറാണ് എന്നുള്ള വസ്തുത ബോധ്യപ്പെട്ടു. പോലീസിൻ്റെ അന്വേഷണം ശക്തമായതോടെ ഷമീർ തമിഴ്നാട്ടിലേക്ക് കടന്നു. ഇന്നലെ വൈകുന്നേരം കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമത്തിൽ വെച്ച് ഷമീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷമീർ പോലീസ് കസ്റ്റഡിയിലാണ്. ആ ഷമീറിൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ച്. ഷമീർ തിരുവനന്തപുരം ചാലയിലുള്ള CPM പ്രവർത്തകനാണ്. ഷമീറിൻ്റെ വേറൊരു പേരുണ്ട്, അത് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇദ്ദേഹം CPM പ്രവർത്തകനാണ്. അനധികൃതമായി മാലിന്യം ശേഖരിച്ച് ആറ്റിലേക്കും തോട്ടിലേക്കും വലിച്ചെറിയുന്നതിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയാണ്. ഇന്നലെ വൈകുന്നേരം ഇദ്ദേഹം പോലീസിനെ ഭയന്ന് നിർഭയം വിഹരിച്ചുകൊണ്ടിരുന്ന ആളാണ്. കോർപ്പറേഷനും പോലീസും നടപടികൾ ശക്തമാക്കിയപ്പോഴേക്കും പോലീസിനെ ഭയന്ന് തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുകയും തമിഴ്നാട് കേരള അതിർത്തി ഗ്രാമത്തിൽ വെച്ച് ആ കുളത്തൂർ ഭാഗത്ത് വെച്ചിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കടന്ന സമയത്തെന്തോ പോലീസിന് ഇൻഫർമേഷൻ കിട്ടി. മൊബൈൽ ടവർ ട്രേസ് ചെയ്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. സിറ്റി പോലീസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഇദ്ദേഹത്തിന് സിറ്റിയിൽ ഈ മാഫിയയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതുകൊണ്ട് വേറൊരു പേരൂടെ ഉണ്ട്, നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാക്കും. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധമുള്ളതാണ്. അത് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും മണിക്കൂറുകൾക്കൊക്കെ നിങ്ങൾക്ക് ആ തെളിവുകൾ ലഭിക്കും. അത് പോലീസിൻ്റെയൊക്കെ പക്കലുണ്ട്, ആ തെളിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനർത്ഥം CPM തന്നെ 6 മാസം ഈ ഭരണസമിതി പിന്നിടുമ്പോഴേക്കും വലിയ സ്വീകാര്യത കിട്ടി ഭരണസമിതി മുന്നോട്ട് പോകുമ്പോൾ അതിനെ അട്ടിമറിക്കുവാൻ വേണ്ടി CPM എന്ന പാർട്ടി ഒരു സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള 45 വർഷ കോർപ്പറേഷന്റെ ഭരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു പാർട്ടി തന്നെ നേരിട്ട് അവരുടെ പ്രവർത്തകർ ഇറക്കിയിട്ട് നഗരത്തിലെമ്പാടും മാലിന്യം വലിച്ചെറിയുകയാണ്. ആ മാലിന്യം വലിച്ചെറിയുന്നതിനെ തടയാൻ ശ്രമിക്കുന്ന, അതിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന കോർപ്പറേഷൻ ജീവനക്കാരെ ഓട്ടോറിക്ഷ ഉൾപ്പെടെ ഇടിച്ചിട്ട് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഒരു പാർട്ടി നേതൃത്വം കൊടുക്കുകയാണ് അതിന്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ 2 വനിതാ ജീവനക്കാർ, രാത്രിയൊക്കെ വനിതാ ജീവനക്കാർ സ്ക്വാഡിലുണ്ട്, 2 വനിതാ ജീവനക്കാർ ഉൾപ്പെടുന്ന സ്ക്വാഡ് ഇതുപോലെ തന്നെ ഒരു മാലിന്യ മാഫിയെ തടഞ്ഞു. അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഈ ജീവനക്കാർ ഓട്ടോറിക്ഷയുടെ മുൻപിൽ കയറി നിന്നിട്ട് ഓട്ടോറിക്ഷ കസ്റ്റഡിയിലെടുത്ത്. ഇപ്പോൾ ഓട്ടോറിക്ഷ നമ്മുടെ ഗ്യാരേജിലുണ്ട്. ഗ്യാരേജിൽ കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോഴേക്കും അതിൽ വടിവാളും കമ്പിപ്പാരയും ഉൾപ്പെടെ ആക്രമിക്കുവാൻ വേണ്ടി കരുതി വെച്ചിരിക്കുകയാണ്. ആ ഓട്ടോറിക്ഷ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മാലിന്യ മാഫിയ 2 വനിതകളാണ് അതിനെ തടഞ്ഞത്. കഴിഞ്ഞ ദിവസം അവർക്ക് സ്വീകരണമൊക്കെ കൊടുത്തിരുന്നു ഇവിടെ ഹെൽത്ത് സെക്ടറിൻ്റെ മീറ്റിങ്ങിൽ. മറ്റൊരു വാഹനത്തിന് ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തു കടകംപള്ളി വാർഡിൽ നിന്ന്. ആക്കുളം പ്രദേശത്ത് നീർച്ചാലിൽ മാലിന്യം വലിച്ചെറിഞ്ഞ വാഹനം ഇവിടെ കോർപ്പറേഷൻ കസ്റ്റഡിയിൽ കിടപ്പുണ്ട്. നമ്മുടെ കസ്റ്റഡിയിൽ നിങ്ങൾക്കറിയാം, പുറത്ത് ലോറിയുണ്ട്. അപ്പോൾ ഈ ഷമീർ ഉൾപ്പെടെയുള്ള ചെയ്തത് ജലാശയങ്ങളിലേക്കാണ് മാലിന്യം വലിച്ചെറിഞ്ഞത്. അത് ജാമ്യമില്ലാത്ത കുറ്റമാണ്, വളരെ ഗ്രേവ് ഓഫൻസാണ്. ജലാശയങ്ങളിലേക്ക് മാലിന്യം വലിച്ചെറിയുന്ന അങ്ങേയറ്റം തന്നെ കുറ്റകരമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ തന്നെ നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ഉന്നത നേതാക്കന്മാരുമായിട്ട് ആത്മബന്ധം പുലർത്തുന്ന പ്രവർത്തകനാണ്. ഈ വിവരം ഞങ്ങളുടെ കയ്യിൽ അന്ന് തന്നെയുണ്ട്. ഞാൻ ഫോർട്ട് ഹോസ്പിറ്റൽ വരുമ്പോൾ തന്നെ ഇന്നാരാണ് അതിന് നേതൃത്വം കൊടുത്തത്, ഈ പേരുകാരനാണ് നേതൃത്വം കൊടുത്തത് എന്നുള്ള വിവരം ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ അത് പോലീസ് അന്വേഷിക്കണം. പോലീസ് അന്വേഷിച്ച് പോലീസിന് ബോധ്യപ്പെട്ട് നിയമ സംവിധാനത്തിലൂടെ അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആ വിവരങ്ങൾ നിങ്ങൾ പുറത്തു പറയൂ എന്നുള്ളതാണ് അന്ന് നിങ്ങളോട് പറയാത്തത്. പക്ഷേ അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു ചില വിവരങ്ങൾ കൂടി പുറത്തു വരും, രാഷ്ട്രീയ ബന്ധങ്ങൾ പുറത്തു വരും. അപ്പോൾ അതിൽ നിന്നും പിന്മാറണം. ഭരണം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് ഒരു ഭരണസമിതിയോടുള്ള ഭരണപരമായുള്ള അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള അല്ലെങ്കിൽ അധികാരം നഷ്ടപ്പെട്ടതിലുള്ള ഒരു വ്യാകുലത കൊണ്ട് ഒരു നഗരത്തെ മുഴുവനും മലിനപ്പെടുത്തുവാനും രോഗം പടർന്ന് പിടിക്കുവാനും ഇടയാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും CPM പിന്മാറണം, CPM നേതാക്കന്മാർ പിന്മാറണം. അവർ ആശയപരമായിട്ട് വിയോജിച്ചോട്ടെ. ഭരണപരമായുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതിലവർ സമരം ചെയ്തോട്ടെ, അത് ജനങ്ങളുടെ മുൻപിൽ പ്രചരിപ്പിച്ചോട്ടെ. പക്ഷെ നഗരത്തിനെ മലിനപ്പെടുത്തുവാനും നഗരത്തിനെ നശിപ്പിക്കുവാനും വേണ്ടി ഇറങ്ങിത്തിരിക്കരുത്.
ബഹുമാനപ്പെട്ട ഒരു മുൻ മന്ത്രി ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങളിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒക്കെ ഇടപെടുന്നു എന്നുള്ളത് അങ്ങേയറ്റം തന്നെ വിമർശന വിധേയമാക്കേണ്ട കാര്യമാണ്. അതിൽ നിന്ന് പിന്മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആശയപരമായ ഏത് തരത്തിലും നമുക്ക് സംവദിക്കാനോ ഒക്കെ തയ്യാറാണ്. ആശയപരമായ വ്യത്യസ്ത അഭിപ്രായം പുലർത്തുന്നവരോട് ഭരണപരമായിട്ട് വിയോജിപ്പുള്ളവർ നടത്തുന്ന സമരങ്ങളെയൊക്കെ തന്നെ ബഹുമാനിക്കുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഇരുട്ടിൻ്റെ മറവിൽ ക്രിമിനലുകളെയും ഗുണ്ടകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു നഗരത്തെ തന്നെ തകർക്കുവാനുള്ള പരിശ്രമങ്ങളിൽ നിന്ന് പിന്മാറണം. ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ ഒറ്റപ്പെടുകയുള്ളൂ. ഞങ്ങൾ ഒരു വികാരത്തിൻ്റെ പേരിലല്ല ഇത് പറയുന്നത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിച്ച് അറസ്റ്റ് ചെയ്ത് പ്രതിയായതുകൊണ്ടാണല്ലോ അദ്ദേഹം കേരളത്തിലും തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടത്. അപ്പോൾ അതിനുശേഷം പോലീസ് കാത്തിരുന്ന് കേരളത്തിലേക്ക് കടന്നപ്പോഴാണ് പിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ പോലീസ് സംവിധാനമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇക്കാര്യങ്ങൾ മനസ്സിലാവും.